Friends, last day we were discussing some of the techniques or tools of PBC, that is production planning control. So we have discussed about the planning, that is routing, loading and scheduling. So today we are moving on to the control, that is work your plan. So ഞാനൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു പ്ലാനിങ്ങിൻ്റെ മൂന്നെണ്ണം എഴുതാൻ വേണ്ടി റൂട്ടിംഗ് ലോഡിംഗ് ഷെഡ്യൂളിംഗ് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം ഓക്കെ so today we can move into the control. That is, first one is dispatching, second expediting and corrective action. So first one, dispatching. What is meant by dispatching? The setting of productive activities in motion through the release of orders and instructions in accordance with the previously planned time schedules and routing. Orders നമുക്ക് എന്തായാലും ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓർഡേഴ്സിനനുസരിച്ചും അതേപോലെ ഇൻസ്ട്രക്ഷനനുസരിച്ചും പ്രീവിയസ്ലി പ്ലാൻ ചെയ്തിരിക്കുന്ന ടൈം ഷെഡ്യൂളിലും റൂട്ടിങ്ങിലും നമ്മുടെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സെറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഇൻ മോഷൻ ത്രൂ ദ റിലീസ് ഓഫ് ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രീവിയസ്ലി പ്ലാൻഡ് ടൈം ഷെഡ്യൂൾസ് ആൻഡ് റൂട്ടിങ്സ്. ഓക്കെ, ആ ഡെഫിനിഷൻ പഠിക്കണം. സോ ഒരു ഡിസ്പാച്ചിങ്ങിൽ എപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള കോർഡിനേഷൻ വേണം. ഡിസ്പാച്ചിങ്ങിൽ ഓർഡർ ആദ്യം വരണം. ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ ആ ഓർഡർ വരണം. ഓർഡറിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പ്രൊഡക്ഷൻ നടത്തണം. എന്നിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് അത് നമ്മുടെ ഡിസ്പാച്ചിങ് യൂണിറ്റിലെത്തണം. എന്നിട്ട് ടൈമിന് തന്നെ ഡിസ്പാച്ച് ചെയ്യണം. ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് this dispatching process requires the coordination in all departments and it should be centralized. ഒരു സെൻട്രലൈസ് സിസ്റ്റം ഉണ്ടാവണം, എന്നാൽ മാത്രമേ കോർഡിനേഷൻ മര്യാദയ്ക്ക് നടക്കുള്ളൂ. അതേപോലെ ഓരോരോ യൂണിറ്റുകൾക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇതിൻ്റെ ഓർഡേഴ്സ് കളക്ട് ചെയ്ത് അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്തെങ്കിലും ഡിലേ വന്നാൽ അത് അറിയിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ആൻഡ് അബൌട്ട് ദി ഡെലിവറി ഡിസ്പാച്ച് ചെയ്ത് വരുമ്പോഴേക്ക് അത് എവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ഡിസ്പാച്ച് ചെയ്യണം. സോ എവറി department should have a responsibility. Okay, that is the three things. ഈ ഡിസ്പാച്ചിങ്ങിൽ പല ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വേണ്ടി വരും. എന്ന് വെച്ചാൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് പല പല വർക്ക് സ്റ്റേഷനിൽ കൂടെ ആയിരിക്കാം മെറ്റീരിയൽസ് എല്ലാം മൂവ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടുള്ള അതിന് മര്യാദയ്ക്കുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്പാച്ചിങ് പ്രോപ്പർ ആവുള്ളൂ. സിമിലർലി ടൂൾസും ഫിക്ചേഴ്സൊക്കെ ആവശ്യമുണ്ട്. പല പല ആക്ടിവിറ്റീസിനും പല ടൂൾസും മെഷീനറീസ് എല്ലാം ആവശ്യമുണ്ടല്ലോ. അതേപോലെ കുറേ സ്പെയർ പാർട്സും ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റും നമുക്ക് ഐഡിയ ഉണ്ടാവണം. സിമിലർലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്തിരിക്കണം. അതേപോലെ എന്നത്തേക്കാണ് അത് കംപ്ലീറ്റ് ആവുക, ദാറ്റ് ഈസ് ദ കംപ്ലീഷൻ ടൈം ഷുഡ് ബി ദാറ്റ്. ദെൻ മൂവ്മെൻറ്റ് ഓഫ് വർക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂട്ടിംഗ് ഷെഡ്യൂൾ. റൂട്ടിംഗ് ഒരു ഷെഡ്യൂൾ നമ്മൾ ചെയ്യുമല്ലോ, റൂട്ടിംഗ് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം, ഈ പ്രോസസ്സുകളിൽ കൂടെയൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് മര്യാദയ്ക്കാണോ നടക്കുന്ന, ആ പ്രോസസ്സിൽ ഒരിക്കലും ബ്രേക്ക് വരുന്നില്ലല്ലോ എന്നതെല്ലാം നോക്കണം. അതേപോലെ ഈ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ദാറ്റ് ഈസ് ഡിസ്പാച്ചിങ് പ്രോസസ് വിൽ ബി കംപ്ലീറ്റ് ആൻഡ് ദ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോസസ്സിനും വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ്റെ ആവശ്യമുണ്ട്. ഈ ഡിസ്പാച്ചിങ്ങിന് വേണ്ടി ഒരു സെൻട്രലൈസ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. അതേപോലെ കുറച്ച് ആൾക്കാരും വേണം. ഡെസ്പാച്ച് ക്ലർക്സ്, ദർ ആർ പേഴ്സൺസ് കോൾഡ് ഡെസ്പാച്ച് ക്ലർക്ക് ഹു ആർ സെൻട്രലി ലൊക്കേറ്റഡ് ആൻഡ് ദേ റിലീസ് ഓൾ ഓർഡേഴ്സ് ഇൻക്ലൂഡിങ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ടൂൾസ്. അവരാണ് എത്ര ടൂൾസ് വേണം, എങ്ങനെയാണ് മെറ്റീരിയൽസ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ ചെയ്യുന്നത്. ദേ ആർ ഡിസ്പാച്ച് ക്ലർക്സ്. ദിസ് ഇസ് കോൾഡ് ദ ഡിസ്പാച്ചിങ്. ഇനി സെക്കൻഡ് ഇതിനകത്ത് കൺട്രോളിലെ ഫസ്റ്റ് വൺ ആയിരുന്നു ഡിസ്പാച്ചിങ്. സെക്കൻഡ് വൺ ഇസ് എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ്. ദിസ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിലെ അവസാനത്തെ സ്റ്റെപ്പാണ് എക്സ്പെഡിറ്റിംഗ് ആൻഡ് ഫോളോ അപ്പ്. ഇനിയുള്ളത് കറക്റ്റീവ് ആക്ഷൻ മാത്രമാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാവുന്നത് എക്സ്പെഡിറ്റിംഗ് ആണ്. ദേ സ്പോർട്സ് ദ ഡിലേസ് ആൻഡ് ഡീവിയേഷൻ ഫ്രം ദ പ്രൊഡക്ഷൻ പ്ലാൻ. നമ്മൾ പ്ലാനൊക്കെ ചെയ്തു, റൂട്ട് ചെയ്തു, ഷെഡ്യൂൾ ചെയ്തു, ഡിസ്പാച്ചും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു ഡിലേ വരുന്നു അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വരുന്നു. ഇതെല്ലാം കണ്ടുപിടിക്കുക എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പിലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് വർക്ക്, റിമൂവിംഗ് bottlenecks in the flow of work and ensuring that the production operations are taking place in accordance with the plan. പ്ലാനിനനുസരിച്ച് തന്നെ എന്തെങ്കിലും ഹേർഡിൽസ് വരുന്നത് അല്ലെങ്കിൽ ബോട്ടിൽനെക്സ് വരുമല്ലോ. ബോട്ടിൽ നെക്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ബോട്ടിലിൻ്റെ നെക്ക് പോലെ അതിനെ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞു. ആ ഫ്ലോയ്ക്ക് എന്തെങ്കിലും
പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ നടക്കുകയാണോ പ്രോസസ്സെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് എക്സ്പെഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ്. This is a branch of production control which regulates the process of materials and parts through the production process. മെറ്റീരിയൽസിൻ്റെ ഓരോ പാർട്സിൻ്റെയൊക്കെ പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് എക്സ്പെഡിറ്റിങ്ങിലാണ്. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ റൂട്ടിങ്ങിലോ ഷെഡ്യൂളിലോ, അല്ലെങ്കിൽ ഓർഡേഴ്സിന് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അതുപോലെ അണ്ടർലോഡിങ് ഓർ ഓവർലോഡിങ് ആണ് സംഭവിച്ചത്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നത്, എന്നിട്ട് കറക്റ്റ് ടൈമിൽ പ്ലാനിൻ്റെ ഡേറ്റിൽ തന്നെ ഇതിന് ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീഷൻ ചെയ്യുന്ന വർക്ക്, ഇതെല്ലാം നോക്കുന്നത് എക്സ്പെഡിറ്റിംഗ് ഓഫ് ഫോളോ അപ്പിലാണ്. സോ ഇറ്റ് റിവീൽസ് ദ ഡിഫക്ട്സ് ആൻഡ് ദാറ്റ് ആർ ഇൻവെസ്റ്റിഗേറ്റഡ് ടു എൻഷുർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് ബൈ ദി പ്ലാൻ ഡേറ്റ്സ്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് വരുന്ന കറക്റ്റീവ് ആക്ഷനാണ്. കറക്റ്റീവ് ആക്ഷൻസ് മീൻസ് ഇഫ് ദ വർക്ക് ലോഡ് ഓഫ് മെഷീൻ ആൻഡ് വർക്കർ ഷുഡ് ബി ഡെറ്റർമിൻഡ് സയൻറ്റിഫിക്കലി. കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ എല്ലാ വർക്ക് ലോഡും മെഷീൻ ചെയ്യുന്ന വർക്ക്സും അതേപോലെ മാൻ ചെയ്യുന്ന വർക്കും അതിൽ വർക്കേഴ്സ് ഉണ്ട് അവർ ചെയ്യുന്ന വർക്കും സിസ്റ്റമാറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം പ്ലാൻ കപ്പാസിറ്റിയും അതേപോലെ മാൻ പവർ കപ്പാസിറ്റിയും മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലേ, മാക്സിമം മീൻസ് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തില്ലേ എന്ന് നോക്കണം. അതേപോലെ എന്തെങ്കിലും അബ്നോർമൽ സിറ്റുവേഷൻസ് വരിക, സ്ട്രൈക്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഓൺ മെഷീനറി ഓഫ് പവർ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വർക്ക് ഒരു ഷെഡ്യൂൾ മൊത്തം അപ്സെറ്റ് ആയിപ്പോവും. എന്നാൽ പ്രൊഡക്ഷൻ മാനേജർ നമ്മുടെ ഷെഡ്യൂൾ അതിനനുസരിച്ച് മാറ്റി കറക്റ്റീവ് സ്റ്റെപ്പിലൂടെ നമ്മുടെ പ്രോസസ്സ് കറക്റ്റ് ടൈമിന് കറക്റ്റ് ഡേറ്റിൽ എത്തിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. So these all are done in the corrective action. So here we want to have this is a main part of the production planning and control because ഇതിലാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് എല്ലാ പ്രോസസ്സും മര്യാദയ്ക്കല്ലേ നടന്നതെന്ന് എൻഷുർ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എല്ലാ വർക്ക് ലോഡ്സും മെഷീൻ്റെ ആണെങ്കിലും മാൻ പവറിൻ്റെ ആണെങ്കിലും സിസ്റ്റമാറ്റിക്കലി ഡിറ്റർമിൻ ചെയ്തിരിക്കണം. ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് എന്തെങ്കിലും സിറ്റുവേഷൻ അബ്നോർമലായി വരുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ മാനേജർ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്ത് കറക്റ്റീവ് ആക്ഷൻ എടുത്ത് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ ദ stipulated time or the prescribed time. So these are the 3 control measures. Control planning and control planning വന്നത് നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. That are routing, loading and scheduling. And in control we have discussed dispatching, expediting of follow-up and the corrective action. അങ്ങനെ നമ്മുടെ പ്ലാനിങ് ആൻഡ് കൺട്രോളിലെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പ്രീറെക്വിസിറ്റ്. ഒരു നല്ല പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് ഓർ വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓർ ദ പ്രീറെക്വിസിറ്റ്സ് ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. Okay, that is without the losage of time or energy, how we can do a production. അതിനുള്ള requisites. So first one is sound organization structure. Second, reliable and detailed information. Third, trained personnel. Fourth, standardization. 5, flexibility. And the sixth one is periodic appraisal. These all are requirements or the prerequisites of an efficient PPC, that is production planning and control. So we can move on to the first one, that is sound organizational structure. What is sound organizational structure? That is നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോളിൽ മെയിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കണം. ദാറ്റ് ഈസ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ റിക്വയർ എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മളുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ദ മാനേജ്മെൻറ്റ് ആസ് എ ടീം ഷുഡ് റെക്കഗ്നൈസ്. മാനേജ്മെൻറ്റ് ടോട്ടലായിട്ട് ഒരു ടീമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആൻഡ് ദെൻ ഡെലിഗേറ്റ് ദ അതോറിറ്റി. പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്, അതേപോലെ ഡിസ്പാച്ചിങ് ഉണ്ടാവും, ഓർഡർ കളക്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ പല പ്രോസസ്സ് ഓർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൊലാബറേഷൻ അവിടെ വേണം. എന്നാൽ ഇവർക്ക് പല ഡ്യൂട്ടീസും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മര്യാദയ്ക്ക് നമ്മൾ തന്നെ or the production manager or the management should delegate the authority and also create the responsibility at all levels. എല്ലാ ലെവൽസ് ഓഫ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഒരു അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുക. അതേപോലെ അവർക്ക് റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുക. ഈ വർക്ക് ചെയ്തു തീർക്കേണ്ട നിങ്ങളാണ്. ഈ ടൈമിനുള്ളിൽ നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചിരിക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ
ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ദിസ് അതോറിറ്റി. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി സെൻട്രലി ഡിറ്റർമിൻ. ബട്ട് ദ വർക്ക് ഷെഡ്യൂൾ അവർ തീരുമാനിക്കുന്നില്ല, നമ്മൾ സെൻട്രലി മാനേജ്മെൻറ്റ് തന്നെ ഡിറ്റർമിൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ദ വർക്ക് ഷെഡ്യൂൾസ് ആർ ടു ബി സെൻട്രലി ഡിറ്റർമിൻ. ദെൻ ദ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ സെൻട്രലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് എല്ലാം കറക്റ്റ് രീതിയിലാണോ പോകുന്നതെന്ന് നോക്കണം. എന്തെങ്കിലും ഫങ്ഷൻസ് കൂട്ടിയെടുക്കണോ, സ്പെഷ്യലൈസേഷൻ കൂട്ടിയെടുക്കണോ എന്ന് നോക്കാം. അതേപോലെ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണ്, ഏതെങ്കിലും ഒരു ഏരിയ വീക്കാണെന്ന് തോന്നുമ്പോൾ സൂപ്പർവൈസർ നീഡ് ടു ഡിവോട്ട് മോർ ടൈം ഇൻ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ഇൻവോൾവ് ബെസ്റ്റ് ക്വാളിഫൈഡ് ആക്ടിവിറ്റീസ്. എന്ന് വെച്ചാൽ സൂപ്പർവൈസേഴ്സിന് എന്തെങ്കിലും തോന്നുകയാണ് ചില ആക്ടിവിറ്റീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഫോക്കസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഹീ ഷുഡ് ഡിവോട്ട് ഹിസ് ടൈം in those activities which are best qualified ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ സൂപ്പർവൈസേഴ്സ് തന്നെ സമയം കൊടുത്ത് ഇൻവോൾവ് ആകണം. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. നെക്സ്റ്റ് വൺ ഇസ് ദ കോപ്പറേറ്റീവ് എഫേർട്സ് റിക്വയർഡ്. കോപ്പറേഷൻ ആണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോപ്പറേഷൻ റിക്വയർഡ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ആദ്യം മാനേജ്മെൻറ്റ് എന്തിനാണ് PPC എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ അതോറിറ്റി പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റികളെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് അതേപോലെ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക ടു ഗെറ്റ് ദ വർക്ക് ഡൺ അറ്റ് ദ കറക്റ്റ് ടൈം. ദെൻ വി ഷുഡ് ഷെഡ്യൂൾ, ദ മാനേജ്മെൻറ്റ് ഷുഡ് ഷെഡ്യൂൾ ദ work and should give it to the different departments, and the supervisors if in need to devote some of his time for the best qualified activities and encourage the cooperative effort, because cooperative effort is very essential in a sound organization structure or production planning and control. Okay, this is the first requirement or the prerequisite of efficient production and control. Next one is reliable and detailed information. നമുക്ക് പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. ഓഫ് വിച്ച് ആൻഡ് ഓൾ ഫസ്റ്റ് വൺ ദ പ്രൊഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിനെ പറ്റിയിട്ടൊരു ഇൻഫർമേഷൻ വേണം. ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ദി പ്രൊഡക്ഷൻ മെഷീൻ. പ്രൊഡക്ഷൻ മെഷീൻസ് ആർ ഡിഫറെൻറ്റ്. ഫോർ ഈച്ച് പ്രൊഡക്റ്റ് വി റിക്വയർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെഷീൻ. ഇഫ് the number and the type of machines required, അതിൻ്റെ ഒരു ഡേറ്റ നമ്മളുടെ കയ്യിലുണ്ടാകും. what is the speed of this machine, what is the capacity of this machine, how much products can be prepared in 1 hour or per unit, how much cost will be there. All information are to be required. That is the second one, the number and type of the production machine. Third, the manufacturing time required and the sequence of operation. ഓരോ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, എത്ര ടൈം എടുക്കുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ഒരു ബാച്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടായി വരുന്നത്. ദർ ഷുഡ് ബി ആൻ ഇൻഫർമേഷൻ. നെക്സ്റ്റ്, റിക്വയർമെൻറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് material labor. That is, for all these operations we need machines. Apart from machines we want labor അവൈലബിലിറ്റി എൻഷുർ ചെയ്യണം. അപ്പം അത് എത്രത്തോളം ഉണ്ട്, അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവർക്ക് അവർ അത്രത്തോളം അവൈലബിൾ ആണോ എന്നത് the information regarding that is also required. Next, the requirements and availability of the tools, sticks, fixtures for each part to be manufactured. Each part of the machines or product manufacture ചെയ്യുന്നതിന് ഓരോ ടൈപ്പ് ഓഫ് ടൂൾസും ഡിക്സും അതേപോലെ ഫിഷേഴ്സും ആയിരിക്കും വേണ്ടത്. അപ്പോൾ അതിനെല്ലാം റിക്വയർമെൻ്റ് ഉണ്ടോ, ഓർ ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ ഇറ്റ് ഷുഡ് ബി എൻഷുർഡ്. ആൻഡ് ദ ലാസ്റ്റ്, വർക്ക് ഇൻ പ്രോസസ്. വിച്ച് ഓൾ വർക്ക് ആർ ഇൻ പ്രോസസ്. എന്തൊക്കെയാണ് പകുതി കംപ്ലീറ്റ് ആയത്, എത്ര നാൾ കൊണ്ട് കംപ്ലീറ്റ് ആവും എന്ന് തുടങ്ങിയ വർക്കാണ്. എവറി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ വർക്ക് ഇൻ പ്രോസസ് products are also to be collected. So these are the reliable or the detailed information required in a production planning and control. First, product to be manufactured, the number and type of the production machine, that is its speed and the capacity. Then manufacturing time required and the sequence of operation. Then the requirement and availability of the labor, the requirement of the tools, digs and the fixtures, and also all the data regarding the work in process products. ഇതെല്ലാം work in process products, അതിന് എത്രത്തോളം ടൈം എടുക്കും, എന്ന് കൊടുത്തതാണ്, എന്നത്തേക്ക് കംപ്ലീറ്റ് ആവും, if it will be delivered in the correct time itself. Every information regarding the work in process is also required. These are the informations required. Next efficient for efficient production planning ഇനിയുള്ള prerequisite ഏതാണ്? Third one is a trained personnel. ട്രെയിൻഡ് പേഴ്സണൽ മീൻസ് ഒരു ടൂളും ഫിഷേഴ്സും ജിഗ്സും എക്സും മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽസ് വേണം. ഓ ട്രെയിനീസ് ആർ ടു ബി റിക്വയർഡ്. അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരിക്കലും പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ വോണ്ട് ബി എഫിഷ്യൻറ്റ്. ഇഫ് യു വോണ്ട് ടു മേക്ക് ദാറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എഫിഷ്യൻറ്റ്, വി നീഡ് talented or trained personnels. And
they should be trained in handling all types of machineries, tools, and fixtures. And also they should have an aptitude for work to be complete. ട്രെയിൻഡ് പേഴ്സണൽ ആണെങ്കിലും അവർക്കൊരു ആഗ്രഹം വേണം ആ വർക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉള്ളൊരു ആപ്റ്റിറ്റ്യൂഡുള്ള വർക്കേഴ്സ് ആയിരിക്കണം. And similarly, built-in motivation is required. Each worker should have a built-in motivation for achieving the goals of the firm. ഫേമിൻ്റെ ഗോൾസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് എത്തേണ്ടതെന്നുള്ളൊരു നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവണം. The worker should also have an inbuilt motivation for the betterment of the firm or to reach the goals of the firm. Okay, these are the another item, that is the trained personnelsil എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. And the fourth requisite or prerequisite or the requirement is the standardization. Standardization means process of making things that conform to a fixed size, color and quality for achieving the production planning and control. എന്നുവെച്ചാൽ എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ഈ സൈസിലുള്ളത്, ഈ കളറിലുള്ള, ഈ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് വേണ്ടത്. അത് തന്നെ രീതിയിലാണോ എത്തുന്നതെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം ഫോർ എൻ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡർഡൈസേഷൻ. ഇതിലൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ നോക്കേണ്ടത്. The first item to be standardized, that is എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, ദ മെറ്റീരിയൽ പർച്ചേസ്ഡ് ആൻഡ് ഫാബ്രിക്കേറ്റഡ്. എന്ത് മെറ്റീരിയൽസ്, നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം വാങ്ങണ്ടേ ഓരോന്നുണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ അതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ആൻഡ് ഫാബ്രിക്കേറ്റഡ് ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് വാല്യൂ. Second one, operation on all parts as far as the design permits. Design permits ആണെങ്കിലും ഓരോ പാർട്സിൻ്റെ ഓപ്പറേഷനും എല്ലാം സ്റ്റാൻഡർഡൈസേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രോസസ്സിൽ കൂടെ മാത്രമാണ് നമ്മുടെ പ്രോസസ്സും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. തേർഡ്, ദ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആസ് ഫാർ ആസ് ദ പ്രാക്ടിക്കൽ ദാറ്റ് ഷുഡ് ബി സ്റ്റാൻഡർഡൈസ്ഡ്. നെക്സ്റ്റ്, the procedure of operation and the organization setup. All these need to be standardized. Next, the report on production performance. പ്രൊഡക്ഷൻ പെർഫോമൻസിനെ പറ്റിയൊരു റിപ്പോർട്ട് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ ഷെഡ്യൂൾഡ് പ്രൊഡക്ഷൻ എങ്ങനെ, എന്നാൽ ഇപ്പോൾ നടന്ന ഒറിജിനൽ പ്രൊഡക്ഷൻ പെർഫോമൻസ് എങ്ങനെയാണ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ്, ദ ക്വാളിറ്റി റിക്വയർമെൻറ്റ് ആൻഡ് അഡ്വക്കേറ്റ് ഇൻസ്പെക്ഷൻ. അഡ്വക്കേറ്റ് ഇൻസ്പെക്ഷൻ ഈസ് ടു ബി റിക്വയർഡ്. ദാറ്റ് ഈസ് നമ്മുടെ ക്വാളിറ്റി മെയിൻ്റനൻസ് നടക്കുന്നുള്ളൂ എന്നുള്ള ഇൻസ്പെക്ഷൻ വേണം. അതേപോലെ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അതെല്ലാം സ്റ്റാൻഡേർഡ് ബേസിലായിരിക്കണം. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ദി എംപ്ലോയീസ്. എംപ്ലോയീസിന് തന്നെ പ്രൊഡക്ഷൻ ഇങ്ങനെ വേണം, ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദോസ്. ആൻഡ് ഓൾസോ ദ മെത്തേഡ് ഓഫ് remuneration for the employees. What is the kind of remuneration given to the employees? It should also be standardized. ഇതെല്ലാം മേജർ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ഐറ്റംസ്. ദാറ്റ് ഇസ് മെറ്റീരിയൽസ്, ഓപ്പറേഷൻസ്, ടൂൾസ്, then organization setup and its operations, report on the performance, then the quality requirements and inspection, production standards for the employees, and also their remuneration. Okay, so these are the methods, or the fourth one. And next is the flexibility. Flexibility is the next prerequisite or requirements. So what is flexibility? നമ്മളുടെ സിറ്റുവേഷൻ പലപ്പോഴും മാറും. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ബിക്കോസ് ഓഫ് സം ലോക്ക്ഡൗൺസ്, എനി കൈൻഡ് ഓഫ് പ്രശ്നങ്ങൾ, എന്ന് വെച്ചാൽ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് എല്ലാം, പവർ ഫെയിലിയർ, ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് എ മെഷീനറി, ഒരു ആബ്സെൻസ് ഓഫ് എ കീ പേഴ്സണൽ, അത് വർക്ക് ചെയ്യേണ്ട ആളില്ല, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്രോസസ്സ് ബ്രേക്ക് ആവും. എന്നാൽ ആ പ്രോസസ്സ് ബ്രേക്ക് ആവുമ്പോൾ നമ്മൾ മാറ്റി എങ്ങനെയായിരിക്കാം ഫ്ലെക്സിബിളാക്കി മാറ്റിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കണ്ടീഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് ഈസ്, it should be always flexible. Our schedule should be always flexible. It should be flexible with the different circumstances or the condition. This is the fifth requirement. And the last one is periodic appraisal. Periodic appraisal means it is just a careful judgment about what is happening and why it is happening. എന്താണ് നടക്കുന്നത്, അതുപോലെ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ജഡ്ജ്മെൻറ്റ്, അതാണ് പീരിയോഡിക് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിനാണ് നമ്മുടെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്രൈസൽ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് അപ്രൈസൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളായുള്ള കാര്യങ്ങൾ മാറ്റി അതേപോലെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ.
പ്രശ്നമായിട്ടുള്ള സൂപ്പർഫ്ലോസ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും നമ്മുടെ എഫിഷ്യൻറ്റ് വർക്കിൻ്റെ ഇടയിൽ. സോ ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് സോ ദാറ്റ് വി ക്യാൻ എൻഷുർ എ എഫിഷ്യൻറ്റ് വർക്കിംഗ് കണ്ടീഷൻ. എപ്പോഴും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റും പീരിയോഡിക് അപ്രൈസൽ ഉണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ ടു കീപ്പ് ഇൻ ലൈൻ വിത്ത് ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ്. ഓർഗനൈസേഷൻ്റെ ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചല്ല നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു എഫിഷ്യൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. സോ ദീസ് ആർ ദി മേജർ requisites or the prerequisites or the requirements of an efficient PPC or planning, production and control. So the major ones are sound organizational structure, reliable and detailed information, trained personnel, standardization, flexibility and periodic appraisal. So ഇന്ന് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് ഈ ഭാഗത്തിൻ്റെ എന്നിട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ അയച്ചു തരേണ്ടത് prerequisites of efficient PPC. These I think 6 points are there. Just write a short note on this. Okay. So നമ്മളുടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂൾ I think it's completed. So we can meet with the new module on the second lecture onwards. Okay. That's all for the day. Meet in the next lecture. Thank you.